നീ മരിക്കണമല്ലോ, നിന്റെ റൂഹ് ശരീരത്തിൽ നിന്ന് വിട പറയുമല്ലോ. ആ സമയത്ത് നീ മരണപ്പെട്ട് നിന്റെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവച്ചാൽ 6 കാലുള്ള കട്ടിലുള്ള മയ്യത്ത് കട്ടിലെടുത്ത് കിടത്തിയിട്ട് 3 വെള്ള തുണി പൊതിഞ്ഞിട്ട് 3 കെട്ടും കെട്ടിയിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ട് 10 പലകലരത്തിയിട്ട് 3 പിടി മണ്ണ് വാരിയിട്ട് 2 മീസാങ്കല്ലും നാട്ടിയിട്ട് ജനങ്ങളങ്ങ് 2 ചുവട് മാറി ചവിട്ടുമ്പോ അദാബ് തുടങ്ങുകയാണ് പൊന്നുമോള്. അദാബ് അല്ലാഹു നിനക്ക് തരികയാണ് പൊന്നുമോള്. അവസാനം ബർസഖ് എന്ന് പറയുന്ന ആ ഖബറെന്ന ജീവിതത്തിൽ നീ കഴിഞ്ഞതിനു ശേഷം നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വരുമല്ലോ. ഏത് കോടതിയാണ് പ്രിയപ്പെട്ടവര്? ജന്മം നൽകിയ വാപ്പാ, ചോര നീരാക്കിയ പ്രിയപ്പെട്ട വാപ്പാ, നീരാക്കിയിട്ട് എന്നെ വളരെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന എന്റെ പ്രിയപ്പെട്ട വാപ്പാ, രക്തത്തുള്ളികളെ വിയർപ്പ് തുള്ളികളാക്കിയ വാപ്പാ, ആ വാപ്പയാണ് എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്, എനിക്ക് ജന്മം നൽകിയത്. ആ പിതാവിന്റെ അടുത്ത് പോകാൻ പറ്റുമോ? ഇല്ല. എന്നാലും നൊന്തുപെറ്റ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മയുടെ അടുക്കൽ ഓടി ചെല്ലാൻ നമുക്ക് കഴിയോ? ഇല്ല. നമ്മുടെ ജീവിതത്തിന്റെ പകുതിയായ ദീനിന്റെ പകുതിയായ നമുക്ക് പൊന്നുമക്കളെ സമ്മാനിച്ച നമ്മുടെ രാത്രികളെ ധന്യമാക്കി മാറ്റിയ ആരുടെ മാറിടത്തിന്റെ സുഗന്ധമാണോ താൻ ഏറ്റുവാങ്ങിയ, ശരീരത്തിന്റെ ചൂടേറ്റ് കിടന്നിറങ്ങിയ പ്രിയപ്പെട്ടവളുണ്ടല്ലോ, ആ പ്രിയതമ്മയുടെ അടുക്കലേക്ക് നമുക്ക് പോകാൻ കഴിയുമോ? ഇല്ല. നമ്മുടെ ജീവന്റെ ജീവനായ, നമ്മുടെ കരളിന്റെ കഷണങ്ങളായ നമ്മുടെ പ്രിയപ്പെട്ട പനിനീർ പുഷ്പങ്ങളുണ്ടല്ലോ, നമ്മുടെ പൊന്നുമക്കൾ, ആ മക്കളുടെ സഹായം ചോദിച്ചിട്ട് നമുക്ക് ചെല്ലാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ കൂടപ്പിറപ്പുകളുണ്ടല്ലോ, ഭാര്യ ഇന്നലെ കയറി വന്നവളാ, മക്കൾ അതിലൂടെ ഉണ്ടായതാ. പക്ഷേ ഞാൻ എന്റെ ഉമ്മയുടെ ഉദരത്തിൽ എന്നോടൊപ്പം കിടന്ന എന്റെ സഹോദരൻ, എന്റെ സഹോദരി, അവരുടെ അടുക്കലേക്ക് ഇന്ന് പോകാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇതെന്റെ വാക്കല്ല, വിശുദ്ധ ഖുർആൻ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. ഒരു സഹായത്തിനാരുമില്ലാതിരിക്കുന്ന മഹ്ശറ വനസഭ, ഒരു ചാൻമുകളിലാണ് കത്തിച്ചൊലിച്ച് അരുണന്റെ കിരണമതാ ചെമ്പുത്തറ താപം കൊണ്ട് വിറയ്ക്കുകയാ. ആ മഹ്ശറ വനസഭയിൽ നീ നിന്ന് വിയർക്കേണ്ടി വരും പൊന്നുമോനെ. ഈ ഖുർആനിന്റെ ആളൊക്കെ തന്നെയാണ്. നീ ഏതോ ഒരു മസ്ജിദിന്റെ രജിസ്റ്റർ ബുക്കിൽ പേര് ചേർക്കപ്പെട്ടവനാണ്. നിന്റെ കല്യാണത്തിന് ഖതീബ് ദ്വാരം ഇട്ടുണ്ട്, നിന്റെ എല്ലാ കാര്യങ്ങളും പള്ളികളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, നിന്റെ മക്കൾ മദ്രസയിൽ പഠിച്ചത് തന്നെയാണ്, നീ മരിച്ചപ്പോൾ ഉസ്താദ് ദുആ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ നിന്റെ ജീവിതത്തിൽ ഹറാമായ പലതും നീ ചെയ്തിട്ടുണ്ട്, നിർബന്ധമായ പലതും നീ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഈ നിനക്ക് അല്ലാഹുത്ത പേരേതെന്നറിയോ? ലാലിം എന്ന പേരാ. മഹ്ശറയിൽ നിന്റെ അവസ്ഥ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ വരികൾക്കിടയിലൂടെ സഞ്ചരിച്ച അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന വിശുദ്ധമായ ഖുർആനിന്റെ അകക്കാമ്പത്ത് തെളിഞ്ഞ പണ്ഡിതന്മാരുണ്ടല്ലോ, മുഫസ്സിറുകളുണ്ടല്ലോ, അവര് പറയുകയാണ്, അവര് എങ്ങനെയാ മഹ്ശറയിൽ നിൽക്കുന്നതെന്നറിയോ? അവര് ദീർഘനാൾ മഹ്ശറയിൽ നിൽക്കേണ്ടി വരുമെന്ന, ഏത് ദിവസം എത്ര ദിവസമെന്ന കണക്ക് നമുക്ക് പറയാൻ കഴിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹ്ശറ വനസഭയിൽ അവര് ദീർഘനാൾ നിൽക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിരീങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ആലോചിക്കണേ, നമ്മളാ വിഭാഗത്തിൽപ്പെട്ടവരല്ലേ? വിശുദ്ധ ഖുർആനിന്റെ ആള് തന്നെയാണ്, പക്ഷെ നമ്മൾ ഹറാമായ പലതും ചെയ്തു പോയി, നിർബന്ധമായ പലതും നമ്മൾ ഉപേക്ഷിച്ചു പോയി. ഇതെന്നെ പറ്റി പറയുന്നതാണ്. നമ്മൾ ആരുമല്ല എന്ന് ചിന്തിക്കേണ്ട. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥ വന്നുപോയാൽ നമ്മൾ ആരും ഖുർആനിന്റെ ആളുകളല്ലെന്നോ, നിസ്കാരമില്ലാത്തവൻ മുസ്ലിം അല്ലെന്നോ, കള്ളുകുടിക്കുന്നവൻ കാഫിറാണെന്നോ വിധി എഴുതാൻ ലോകത്ത് ഒരാളെയും അല്ല ഏൽപ്പിച്ചിട്ടില്ല. അവനൊക്കെ മുസ്ലിം തന്നെയാണ്, മോമിൻ തന്നെയാണ്, ഖുർആനിന്റെ ആളുകൾ തന്നെയാണ്. പക്ഷേ അവൻ അല്ലാഹു കൊടുത്ത നാമം ലാലിമ്. നാളെ ആഖിറത്തിൽ വരുമ്പോ യുഹാസബൂന ഫീ തൂലിൽ ഹശ്രി, മഹ്ശറയിൽ അവൻ ദൈർഘ്യം നിൽക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ചിന്തിക്കും 1-2 ദിവസങ്ങളൊക്കെ ആയിരിക്കും, അല്ലേ? മതി, ഒറ്റ ദിവസം നിന്നാ മതിയടോ, ഒറ്റ ദിവസം. അവിടത്തെ ഒരു ദിവസം മിഖ്ദാറുഹു 50 അൽഫ സന, ഇവിടത്തെ 50,000 കൊല്ലമാ, 50,000 വർഷം. ഇത് ഖുർആനാണ്, ഇത് ഖുർആനാണ്.
ചിന്തിച്ചു നോക്ക്, അവിടെ നിൽക്കേണ്ടി വരും. മടിയിൽ കനമുള്ളവനൊക്കെ അവിടെ നിൽക്കേണ്ടി വരും. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഒരു വഞ്ചിയിൽ തുഴയുന്ന വഞ്ചിയിൽ ഇരുന്ന് യാത്ര ചെയ്ത് കരക്കെത്തിയപ്പോൾ വഞ്ചിക്കാരന്റെ തോണിക്കാരന്റെ ആ ചുങ്കക്കാരന്റെ ഒരു അഭ്യർത്ഥന വന്നു, ഒരാളും എഴുന്നേക്കരുത്, കാരണം നിങ്ങളുടെ ലഗേജ് പരിശോധിക്കേണ്ടതുണ്ട്. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു വഞ്ചി കരക്കടിഞ്ഞപ്പോൾ ഒരൊറ്റ ചാട്ടം, കരയിലേക്ക് ഒരൊറ്റ ചാട്ടം. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ ചെന്നു. ചുങ്കക്കാരൻ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ലഗേജ് പരിശോധനയ്ക്ക് വിധേയനാക്കിയിട്ടല്ലാതെ നിങ്ങൾ പുറത്തിറങ്ങരുതെന്ന്. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ മറു ചോദ്യം, ലഗേജ് ഉള്ളവൻ നിന്നാ പോരെ, ഞാൻ ഫ്രീയാ, എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ പിന്നെ ഇതിനവിടെ നിൽക്കണം. ചുങ്കക്കാരൻ പറഞ്ഞു, മാപ്പാക്കണം, പൊയ്ക്കോളൂ. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു നടന്നു നീങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹുവേ, ഈ ഭൗതിക ലോകത്തെ ഒരു വഞ്ചിക്കാരന്റെ പിടുത്തത്തിൽ നിന്ന് ഞാൻ കയ്യിൽ ലഗേജുകളില്ലാത്തതിന്റെ പേരിൽ രക്ഷപ്പെട്ടെങ്കിൽ നാളെ നിന്റെ മലായിക്കത്തുകളാകുന്ന സബാനിയാക്കളായ നിന്റെ ഹിലാലുൻ സിദാദുൻ എന്ന് പറഞ്ഞ കഠിന ഹൃദയരായ മല്ലന്മാരായ ചിരിക്കാത്ത കരുണയില്ലാത്ത കാരുണ്യമില്ലാത്ത ആ മാലാഖമാരുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്റെ കൈവശം പടച്ചവനെ ഒരു മുതലും ഒരു ചരക്കും ഒരു പാപഭാരവും ഉണ്ടാകാതെ പോയെങ്കിൽ എന്ന് ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി മഹാനവറുകൾ നടന്നു നീങ്ങുകയാണ്. മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത കരങ്ങളാ നമ്മുടെ കരങ്ങൾ. അതുകൊണ്ട് നമ്മൾ ലാലിമീങ്ങളാ. നമ്മൾ ഇപ്പോഴും പറയുന്നത് എന്താ, നമ്മളൊക്കെയാണ് എല്ലാം തികഞ്ഞ ആളുകളെന്ന്. ഒരിക്കലുമല്ല. നമ്മൾ ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ്. ഒന്ന് സഞ്ചരിക്കണം. ഖുൽ സീറൂ ഫിൽ അർള്, ഒന്ന് സഞ്ചരിക്ക്. സീറൂ, നിങ്ങൾ ടൂർ പോകൂ, അള്ളാഹുവിന്റെ വാക്കാ. നിങ്ങളൊന്ന് സഞ്ചരിക്ക്, നിങ്ങളൊന്ന് നാട് നീളെ ഒന്ന് നടക്ക്. മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്, നടക്കണം, സഞ്ചരിക്കണം, ലോകം കാണണം. കാരണം കെട്ടിക്കിടക്കുന്ന വെള്ളം ദുർഗന്ധം വമിക്കും, ഒഴുകുന്ന വെള്ളം ആ മാറ്റം ഉണ്ടാവൂല. ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ കെട്ടിക്കിടന്ന ഇപ്പോഴും ചില നാടുകളെ പറ്റി പറയുന്നത് അവിടെ മാത്രമാണ് ദീനുള്ളത് എന്നാണ്. പക്ഷേ അവര് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. പുറത്തൊക്കെ ദീന് വലിയ വലിയ പട്ടണങ്ങളായി മാറിയിട്ടുണ്ട്. മതബോധം കൂടുതലുള്ള നാടുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് ചുറ്റി സഞ്ചരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോഴും ഈ ലാലിമീങ്ങളിലാണ്. അവനവനൊന്ന് ചിന്തിച്ചാൽ മതി, ഞാൻ ഏതിലാപ്പെട്ടിരിക്കുന്നേ. നാളെ ആഖിറത്തിൽ ദീർഘനാൾ നിൽക്കേണ്ടി വരും. ചിലപ്പോൾ ചെറിയ തെറ്റിന്റെ പേരിൽ നരകത്തിൽ കിടക്കേണ്ടി വരും. കാലാവധി കഴിയുമ്പോൾ അൽഹംദുലില്ലാ നമ്മൾ രക്ഷപ്പെടും. ഒരു കാര്യം ഉറപ്പാ, നമ്മുടെ റബ്ബ് കള്ളം പറയില്ല. നമ്മുടെ റബ്ബ് വാഗ്ദാനം ലംഘിക്കില്ല. നമ്മുടെ ഹബീബ് ഇന്ന് വരെ അവിടുത്തെ വിശാലത്തിന്റെ പൊൻചെമ്പകപ്പൂ ചുണ്ടനക്കിയിട്ട് തമാശയ്ക്ക് പോലും ആദരങ്ങളിൽ നിന്ന് ഒരൽപ്പം, ഒരു തമാശയ്ക്ക് പോലും ഒരു അസത്യത്തിന്റെ ലാഞ്ചന കടന്നു വന്നിട്ടില്ല. ആ പ്രവാചകനാണ് പറഞ്ഞത്, മുഖല്ലതായി നമ്മൾ ആരും നരകത്തിൽ ഉണ്ടാവൂല, ശാശ്വതരായി നമ്മൾ നരകത്തിൽ ഉണ്ടാവൂല. കലിമയുടെ ആളുകളാണോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഉണ്ടോ, രക്ഷപ്പെട്ടു നമ്മൾ. എന്നെങ്കിലും സ്വർഗത്തിൽ കയറും. പക്ഷെ അങ്ങനെ പോയാൽ മതിയോ? അങ്ങനെ പോയാൽ മതിയോ? ആ കൂട്ടം ആളുകളാണ് അല്ലാഹു സ്വർഗത്തിലേക്ക് അവരെ കൊണ്ടുപോകുമ്പോൾ അവർ സ്വർഗത്തിലേക്ക് രണ്ട് കാലുകളും ഒന്ന് ഊന്നിയാൽ അവരവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, അൽഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നൽ ഹസന ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ അല്ലദീ അഹല്ലനാ ദാറൽ മുഖാമ. വിശുദ്ധമായ ഖുർആൻ അതേ അധ്യായം തന്നെ നമ്മെ പഠിപ്പിക്കുകയാ. സഹോദരങ്ങളെ, സ്വർഗത്തിലേക്ക് അവർ രണ്ട് പാദങ്ങളും ഊന്നിക്കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് അവർ വിളിച്ചു പറയുകയാണ്, അൽഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നൽ ഹസന. പടച്ചവനെ, ഭീമാകാരമായ മഹ്ശറയുടെ ഭീതിജനകമായ അന്തരീക്ഷത്തിൽ നിന്ന്, കഠിനമായ ഭീകരമായ ബീഭത്സമായ നരകക്കുണ്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയ റബ്ബേ, അല്ലദീ അഹല്ലനാ ദാറൽ മുഖാമ, ഇവിടെ അനുഗ്രഹീതമായ ശാശ്വത ഭവനത്തിൽ ഞങ്ങളെ കൊണ്ടുവന്നല്ലോ അല്ലാഹ്. ലാ യമസ്സുനാ ഫീഹാ നസബുൻ വലാ യമസ്സുനാ ഫീഹാ ലഹൂബ്.
ഇവിടെ കൂട്ടിക്കൊടുപ്പില്ല, ഒറ്റുകൊടുപ്പില്ല, ശബ്ദകോലാഹലങ്ങളില്ല. ഇവിടെ പരസ്പരം വൈമനസ്യമില്ല, വൈക്കളഭ്യമില്ല, വൈഷമ്യമില്ല. ഇവിടെ വെറുപ്പില്ല, കുശുമ്പില്ല, അസൂയയില്ല, ഒന്നുമില്ലാത്ത സുന്ദരമായ കൈകൊണ്ട് തൊട്ടാ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ സൽസബീലിന്റെ തസ്നീമിന്റെ സ്വർഗത്തിലാണ് ഞാനുള്ളത് റബ്ബേ. സന്തോഷത്തോടെ നമ്മൾ വിളിച്ചു പറയുമെന്നാണ്. അള്ളാഹു തൽക്കാലം നമ്മൾ അതിൽ ആരെ ഉൾപ്പെടുത്താതിരിക്കട്ടെ ഈ ലാലിമീങ്ങളില്. കാരണം നമ്മളെ കൊണ്ട് പറ്റൂല സഹോദരൻ. ഇപ്പൊ തന്നെ എല്ലാവരും വീശിയായിരിക്കുന്നത്. എന്ത് ചൂടാ നമ്മുടെ ചൂട്? ഒരു ചൂടുമല്ല, ഇതൊന്നൊരു ചൂടല്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ ഖുർആൻ? ഇവിടെ 45ഓളം കുട്ടികൾ മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്നു. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മഹല്ലിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇരുത്തിക്കൊണ്ട് പുകഴ്ത്തുന്നല്ല, അങ്ങനെ ഒരു സ്വഭാവം എനിക്കില്ല, അതിന്റെ ആവശ്യമില്ല. അങ്ങനെ ഉസ്താദുമാർ ആഗ്രഹിച്ചിട്ടുമില്ല. അങ്ങനെ പുകഴ്ത്തുന്നവന്റെ വായിൽ മണ്ണുവാരിയിടണമെന്നാണ് അഷ്റഫുൽ ഖൽഖ് പഠിപ്പിച്ചത്. ആവശ്യമില്ലാതെ പുകഴ്ത്തുന്നവൻ, നമ്മളെ തട്ടിപ്പൊക്കി അറസിൽ കയറ്റുന്നവനെ സൂക്ഷിക്കണം. എന്തോ പണി വയ്ക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. റൂമിലൊക്കെ ഇവിടുത്തെ കാര്യമല്ല, ഞാൻ ആദ്യമായിട്ടായി കാഞ്ഞിരപ്പള്ളി വരുന്നത്. പക്ഷേ നമ്മുടെയൊക്കെ റൂമിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പൊക്കെ ഉസ്താദ് നിങ്ങളാണ് എല്ലാം, വല്ലാത്തൊരു പ്രസംഗം, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കണം, ഒന്നിൽ പൈസ കടം ചോദിക്കാനാ, ഒന്നുകിൽ പൈസ കടം ചോദിക്കാനാ, അല്ലെങ്കിൽ എന്തോ പണി വയ്ക്കുന്നുണ്ട്. അത് മനസ്സിലായി. അതാണ് ഒരു മഹാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഓ നിങ്ങൾ ആരാ? ആ മഹാനെല്ലാം മനസ്സിലായി. അകക്കണ്ണ് കൊണ്ട് കാണുന്നവരാണല്ലോ മഹത്തുക്കള്. അദ്ദേഹം പറഞ്ഞു, എടാ നീ പറയുന്ന അത്രയൊന്നും ഞാനില്ല, പക്ഷെ നിന്റെ മനസ്സിലുള്ളതിനേക്കാൾ കൂടുതൽ ഞാനുണ്ട്. എന്നെപ്പറ്റി ഒരു ധാരണ എനിക്കുണ്ടല്ലോ, അതിനേക്കാളും ഒക്കെ ഞാനുണ്ട്, പക്ഷെ നീ പറയുന്ന അത്രയൊന്നും ഞാനില്ല. അതുകൊണ്ട് ഉസ്താദിനെ സംബന്ധിച്ച ഇരുത്തി പുകഴ്ത്തേണ്ട കാര്യമില്ല, ഒറ്റ കാര്യമില്ല. പക്ഷെ അൽഹംദുലില്ലാ മറ്റു ഇപ്പോ നിലവിലുള്ള ഉസ്താദുമാരോ അതിനു മുമ്പുള്ള ഉസ്താദുമാരോ കുഴപ്പക്കാരെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇത്രയും അച്ചടക്കമുള്ള വറബ്ബിൽ കഅബ, ഇത്രയും അച്ചടക്കമുള്ള ഒരു ശിഷ്യ സമ്പത്ത് ദർസി പാരമ്പര്യത്തിൽ പനവൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇപ്പോഴും പ്രസിദ്ധമായ ഒരു കാര്യമാണ്. അത്ര നല്ല ചിട്ടയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇനിയും 25 വർഷം പൂർത്തിയാക്കി ഇല്ല, ഒരു നൂറ്റാണ്ട് പരിശുദ്ധ ദീനി ദഅവ ചെയ്യാനുള്ള ആഫിയത്തും ആരോഗ്യം അല്ലാഹു നൽകട്ടെ. ഇച്ചിരി ദൂരം കൂടുതലും വളവ് കൂടുതലായതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അല്ലാഹു എന്തായാലും മാറ്റി കൊടുക്കട്ടെ. ഇപ്പൊ റോഡ് നോക്കാൻ പറ്റൂലല്ലോ. എന്നാൽ അൽഹംദുലില്ലാ നല്ല നിലയിൽ ചിട്ടയായ ദർസ് നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ്. ഇവിടെ ദർസ് എടുത്ത മഹാന്മാരൊക്കെ വലിയ വലിയ മഹത്തുക്കളെ. എന്റെ ഉസ്താദ് ബഹുമാന്യനായ ഷാഫി മന്നാനി ഉസ്താദാണ്. അദ്ദേഹത്തിന്റെ ഉസ്താദ് അബ്ദുൽ കരീം ഉസ്താദാണ്. അദ്ദേഹത്തിന്റെ ഉസ്താദ് മഹാനായ ഈസ ഉസ്താദാണ്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉസ്താദാണ് ചേലക്കുളം ഉസ്താദ്. ആ ഒരു ഗുരു ശിഷ്യ ബന്ധം ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ ആരക്കാലം കാഞ്ഞിരപ്പള്ളിക്കാർക്ക്. ഇനി അതല്ല, അങ്ങനെ ഇല്ലെങ്കിൽ പോലും ഈസ ഉസ്താദ് ഇവിടെ ദർസ് എടുത്തു. അതിന്റെ തൊട്ടുമുകളിലുള്ള ചേലക്കുളം ഉസ്താദ് ദർസ് എടുത്തു. അപ്പൊ ചുരുക്കത്തിൽ നിങ്ങൾ ആഹാരം കൊടുത്തു. നിങ്ങളെന്ന് പറഞ്ഞാൽ അന്നത്തെ ഈ ന്യൂജൻ അല്ല, ഇരിക്കുന്ന പ്രായമുള്ള ദീർഘനാള് നമ്മുടെ ബഹുമാനപ്പെട്ട VM ഉസ്താദാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ആഹാരം കൊടുത്ത് ദർസിന് വേണ്ടി എല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത, നിങ്ങളെ വളർത്തിവിട്ട, അല്ലെങ്കിൽ നിങ്ങൾ വെള്ളവും വളവും നൽകിയ ഒരു ദർസിന്റെ സന്തതിയാണ് ഞാനും എന്ന് പറയാൻ വേണ്ടി പറയാം. അപ്പോ നിങ്ങൾക്ക് അതിന്റെ ഒരു മിസ്ലു സവാബ് ഉണ്ടല്ലോ. കാരണം ആ പരമ്പരയിൽപ്പെട്ടതാണ് ഞാൻ. എന്റെ ഉസ്താദുമാരുടെ ആ സിൽസില പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ദർസ് ഇവിടെ നിലനിൽക്കുകയാണ് അൽഹംദുലില്ലാ. അതുകൊണ്ട് നിങ്ങൾ കൂടെ പഠിക്കാൻ തയ്യാറാകണം. ഒരു ഉസ്താദ് അങ്ങോട്ട് എണീറ്റ് ഓടിപ്പോകരുത്. നമ്മൾ അവിടെ ഇരുന്ന് എന്താ പറയുന്നതെന്ന് കേൾക്കണം. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ്. അള്ളാന്റെ തർത്തീബ് നോക്ക്. ആദ്യം പറഞ്ഞ ലാലിമീങ്ങളെയാ. എന്താ കാര്യം? 2 ഉദാഹരണം ഞാൻ പറഞ്ഞു, എന്നിട്ട് ഞാൻ വീണ്ടും വിഷയത്തിന്റെ ട്രാക്കിലേക്ക് കയറാം. നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആന്റെ തർത്തീബ് എങ്ങനെയാണെന്നറിയാം. ഒരായത്തിൽ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്താ അർത്ഥം? കേൾവി, കാഴ്ച, ചിന്ത ചോദിക്കപ്പെടും. എന്റെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദ്യം കേൾവി പറഞ്ഞത്? കാഞ്ഞിരപ്പള്ളി ടൗണിലൂടെ നടന്നു പോകുമ്പോ എന്തോ ഒരു ശബ്ദം, അത് നമ്മൾ ആദ്യം കേൾക്കുകയാണ്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കി, അപ്പോഴാ 2 വണ്ടി കൂട്ടിമുട്ടിക്കിടക്കുന്നു. അപ്പോഴാണ് ചിന്തിച്ചത് ഈ ശബ്ദം അതായിരുന്നു. ഇതാണ് തർത്തീബ്. ആദ്യം കേൾക്കും, പിന്നെ കാണും, പിന്നെ ചിന്തിക്കും. അള്ളാഹുവിന്റെ തർത്തീബാണ്.
വേറൊരായത്ത് നിങ്ങൾ നോക്ക്. സക്കാത്ത് കൊടുക്കാതെ കോടീശ്വരന്മാര്, സമ്പന്നന്മാര് സക്കാത്ത് കൊടുക്കാതെ മുടന്ത ന്യായങ്ങൾ പറയാറുണ്ട്. സക്കാത്ത് കൊടുക്കാതെ സക്കാത്തിന്റെ വിഷയത്തിൽ സദസ്സിൽ പ്രസംഗിച്ചപ്പോൾ ഒരു സമ്പന്നന് അതങ്ങ് നൊന്തു. ആ സമ്പന്നൻ അവിടെ നിന്ന് സംഘാടകരോട് ചോദിച്ചു എന്ന് പിന്നീട് ഞാൻ അവിടെ പോകുമ്പോൾ എന്നോട് അവർ പറഞ്ഞു, അല്ലാഹുവല്ലേ എനിക്ക് സമ്പത്ത് തന്നത്? അതെ. ഈ നാട്ടിലെ പാവപ്പെട്ടവന് കൊടുക്കാത്തതും അല്ലാഹ് അല്ലേ? അതെ. അല്ലാഹ്ക്ക് അറിയാറുന്നല്ലോ അവന് കൊടുത്തില്ല എന്ന്. അതെ. എന്നിട്ട് അല്ലാഹ് അവന് കൊടുത്തോ? ഇല്ല. പിന്നെ ഞാൻ കൊടുക്കണം? നല്ല ചോദ്യം. അല്ലാഹ്ക്ക് അറിയാലോ അവന് കൊടുക്കണോ, ഇല്ല അവന് പട്ടിണിയാണെന്ന് അറിയാം, എന്നിട്ട് അല്ലാഹ് കൊടുത്തോ? ഇല്ല. അല്ലാഹ് കൊടുക്കാത്തോ ഞാൻ പിന്നെ കൊടുക്കുന്നതിനാ? ഇങ്ങനെ മുടന്ത ന്യായങ്ങൾ പറയുന്ന പണക്കാരുണ്ട്. ഒരൊറ്റ സെക്കൻഡ് മതി ഇതെല്ലാം നശിച്ചു പോകാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സക്കാത്ത് കൊടുക്കാത്തവരെ പറ്റി, സക്കാത്ത് നിഷേധികളെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണെന്നറിയോ? ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബ് വയൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും. വിശുദ്ധ ഖുർആന്റെ തർതീബ് നോക്കിയേ. നമ്മുടെ റബ്ബർ എസ്റ്റേറ്റ്, നമ്മുടെ പൈനാപ്പിൾ തോട്ടം, ഇവിടെ അതൊക്കെയല്ലേ കൂടുതൽ. പിന്നെന്താ? അക്കൗണ്ടുകൾ, സ്വർണം, നമ്പർ നോക്കിയിട്ടിരിക്കുന്ന സ്വർണം, 10ഉം 25ഉം പവൻ ഒരുമിച്ച് തിരിക്കുന്ന സ്വർണം, നമ്മുടെ ബാങ്ക് ബാലൻസ്, കച്ചവടത്തിൽ കിട്ടുന്ന ലാഭം, ഇതെല്ലാം കൂടി അല്ലാഹു യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, നരകത്തിലിട്ട് അല്ലാഹു ഇതിനെ അങ്ങോട്ട് ചൂടാക്കിയിട്ടോ ഫതുഖ്വാ ബിഹാ ജിബാഹുഹും, ആദ്യം നെറ്റിയിൽ കൊണ്ടുവന്ന് വെച്ചേരും, പിന്നീട് പാർശ്വങ്ങളിൽ വെക്കും, പിന്നീട് മുതുകത്തും വെക്കും. എന്തിനാ അല്ലാഹു യവനങ്ങ് നരകത്തിടുമെന്നങ്ങ് പറഞ്ഞാൽ പോരെ? എന്തിനാന്നറിയോ? നമുക്ക് ബോധമുണ്ടാകാൻ വേണ്ടിയാണ്. ഒരാള് വന്ന് കൈനീട്ടുമ്പോൾ ആദ്യം നെറ്റി ചുളിക്കും, അല്ലേ? ആദ്യം ഒരു പുച്ഛം അവനോട് നെറ്റി ചുളിക്കും. ആദ്യം അല്ലാഹ് അവിടെ തന്നെ കൊടുക്കുന്നു പണി. രണ്ടാമത് അവനെ അവോയ്ഡ് ചെയ്യുന്നു, തിരിഞ്ഞു പിടിക്കുന്നു. ആ ഭാഗത്ത് അല്ലാഹു പാർശ്വങ്ങളിൽ അല്ലാഹു ചൂടുവെക്കും. പിന്നീട് അവൻ നടന്ന് നീങ്ങുന്നു നിഷേധിയായിക്കൊണ്ട്, അവന്റെ മുതുകത്തും അല്ലാഹു ചൂടുവെക്കും. ഇത് അല്ലാഹുവിന്റെ ഒരു തർത്തീബാണ്, വിശുദ്ധ ഖുർആനിന്റെ. അതേ തർത്തീബാണ് ഇവിടെ പറഞ്ഞത്. ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിബ് വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്ത്. എന്തിനാ അല്ലാഹ് ഇത് പറഞ്ഞതെന്നറിയോ? ആദ്യം പറഞ്ഞ ലാലിമാണ്. കാരണം സർവ്വസാധാരണ ലാലിമീങ്ങൾ കൂടുതലാണ്. അങ്ങനെ ലാലിമീങ്ങളായി ഒരു ദിവസം വാഴ കേട്ടു. ശഅബാനൊക്കെയല്ലേ, ഇവിടുന്ന് 4-5 കുട്ടികള് സനദിന് പോവുകയാണല്ലോ. അങ്ങനെ നന്നാകണമെന്നൊരു പെണ്ണ് തീരുമാനിച്ചു. അവൾ അങ്ങനെ തീരുമാനിച്ച് പശ്ചാത്തപിച്ചപ്പോൾ അവൾ മുഖ്തസിദായി, മധ്യവർത്തിയായി. ആ തൗബയിലൂടെ അവൾക്ക് അമലുകൾ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഭാഗ്യം കൊടുത്തപ്പോ സാബിഖും ബിൽ ഖൈറാത്തായി. അതാണ് തർത്തീബ്. അല്ലാഹു നമുക്ക് ലാലിമീങ്ങൾ തന്നെ നിൽക്കേണ്ട അവസ്ഥ വരുത്താതിരിക്കട്ടെ. ഇപ്പൊ നമ്മൾ ലാലിമീങ്ങളാണെങ്കിലും നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്കൊന്ന് പോയാലോ? അതാരാണ്? വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ്, വമിൻഹും മുഖ്തസിബ്. അവരും മധ്യവർത്തികളാണ്, അവരും മിഡിൽ ലെവലിലുള്ളവരാണ്. അവരുടെ സിംബൽ എന്തെന്നറിയോ? അവരുടെ അടയാളം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞ ഈ രണ്ടാമത്തെ വിഭാഗം ആളുകളുണ്ടല്ലോ, അവരുടെ അടയാളം എന്താ പറയുക? സഹോദരങ്ങളെ, അവർ ഫർളായ ഒരു കാര്യങ്ങളും ഒഴിവാക്കൂല. ജീവിതത്തിൽ അല്ലാഹു നിർബന്ധമാക്കി ഒന്നും ഒഴിവാക്കൂല. അവര് നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, ഉംറയാകട്ടെ, ബാധ്യതകളാകട്ടെ, ഒന്നും അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കൂല. ഫർളായ കാര്യങ്ങളെ പൊന്നുപോലെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരാ. പക്ഷേ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും സുന്നത്തുകൾ അവർക്ക് വിട്ടുപോവുകയാ. സുന്നത്തായ അമലുകളെ പലപ്പോഴും അവർക്ക് നഷ്ടപ്പെടുകയാ. അതുപോലെ ഹറാമായ ഒരു പ്രവൃത്തിയും ജീവിതത്തിൽ വരൂല. അല്ലാഹു നിഷിദ്ധമാക്കിയതൊന്നും അവരുടെ ജീവൻ പോയാലും അവർ ചെയ്യൂല. പക്ഷെ അവരറിയാതെ പലപ്പോഴും കറാഹത്തുകൾ ജീവിതത്തിൽ വന്നുകൂടുകയാ. ഇവരാണ് മുഖ്തസിബീങ്ങള്. ഇവരാണ് ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറിക്കാര്. അവരാണ് മധ്യവർത്തികളെന്ന് പരിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കുവോ? ഈ പറഞ്ഞ വിഭാഗത്തിൽ എത്രയോ ആളുകൾ ഈ കാഞ്ഞിരപ്പള്ളിയിലുണ്ടാവും. അല്ലാഹു പറഞ്ഞ വിഭാഗമാരാണ്? ഹറാമായതൊന്നും അവർ ചെയ്യൂല, പക്ഷെ കറാഹത്തുകൾ അറിയാതെ ചെയ്തു പോകുന്നവരാ. നിങ്ങൾക്കറിയോ, കറാഹത്തുകൾ വളരെ നിസ്സാരമായി നമ്മൾ കാണാൻ പാടില്ല. ഒരു കാര്യം നമ്മൾ ചെയ്യാനൊരുങ്ങുമ്പോ ഇതാരെങ്കിലും വന്നിട്ട് തെറ്റാണോ എന്ന് പറയുമ്പോ നമ്മൾ ചോദിക്കും, അത് ഒരിക്കലും ഹറാമല്ലല്ലോ, അതൊന്നും ഹറാമല്ലല്ലോ. ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ടില്ലേ, കല്യാണ
കല്യാണ മാമാങ്കങ്ങള്, കല്യാണത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ നമ്മൾ കണ്ടില്ലേ? ഇതൊന്നും പേരെടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമല്ല, സ്ഥലത്തിന്റെ പേര് പോലും പറയേണ്ട കാര്യമില്ല. അവർ കാണിച്ച പ്രവൃത്തി പോലും ഒരു സദസ്സിലെടുത്ത് പറയേണ്ട അവസ്ഥ വരാൻ പാടില്ല. എന്തുകൊണ്ടെന്നറിയോ? അവരൊന്നും മതബോധമുള്ളവരല്ല. മതത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് മതത്തിന്റെ പരിവേഷം കെട്ടിയിട്ട് മതത്തിനെ പറയിപ്പിക്കാൻ ചെയ്യുന്നവരാ. നഴ്സറി കുട്ടിയുടെ കോലത്തിൽ വരുന്ന പുതിയാപ്പള, എന്റെ ചെറുപ്പക്കാരാ, കാഞ്ഞിരപ്പള്ളിയിൽ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് എനിക്ക് പറയാനുള്ളത്, പൊന്നുമോനെ, രണ്ട് വട്ടമാണടാ നീ ഏറ്റവും ശ്രദ്ധേയനാകുന്നത്. ഇവിടെ ഏത് VIP വന്നാലും അവരെല്ലാവരും നോക്കുന്നത് നിന്നെ തന്നെയാ. ആര് വന്നാലും ശബ്ദം മുഴുവനും നിന്നിലേക്കാ. ജീവിതത്തിൽ രണ്ട് തവണ അതുള്ളൂ. അതൊന്ന് നീ കുളിച്ചൊരുങ്ങിയിട്ട് നല്ല വസ്ത്രം ധരിച്ച് സുറുമ വരച്ചുകൊണ്ട് അപ്പന് വേഷിയിട്ട് നീ കല്യാണത്തിന്റെ കതിർമണ്ഡപത്തിലേക്ക് പോകുന്ന ദിവസമാ. രണ്ടാമത് പൊന്നുമോനെ, നീ കുളിക്കൂല പക്ഷേ നിന്നെ കുളിപ്പിക്കും, നീ ഉടുക്കൂല പക്ഷേ നിന്നെ ഉടുപ്പിക്കും, നീ പുതക്കില്ല പക്ഷേ നിന്നെ പുതപ്പിക്കും, നീ അത്തർ പൂശില്ല നിന്നെ മറ്റുള്ളവർ അത്തർ പൂഷിപ്പര്. നിന്റെ മരണമാണ്, നിന്റെ മരണമാണ്. ആ ദിവസവും നീയാണ് ശ്രദ്ധേയനാകുന്നത്. ഈ 2 ദിവസവും നീ പോകേണ്ടത് ഏറ്റവും നല്ല ചമഞ്ഞൊരുങ്ങിയിട്ടാണല്ലോ. അത് നിന്റെ ഹബീബ് നിനക്ക് സുന്നത്താക്കിയിട്ടുണ്ട്. ഒരു പുതുമാരൻ എങ്ങനാ പോകേണ്ടതെന്ന് അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാത്തതെന്ന് നമ്മുടെ ജീവിതത്തിൽ, വൈവാഹിക ജീവിതത്തിൽ വേണ്ട ചെറുപ്പക്കാരാ. ഏതെങ്കിലും കുരുത്തം കെട്ടവനോട് ഇത് പറഞ്ഞു നോക്കണം. അപ്പോഴവന്റെ മറുപടി എന്തെന്നറിയോ? അതൊന്നും വലിയ ഹറാമൊന്നുമല്ലല്ലോ, മഞ്ഞ കല്യാണം നടത്തിയെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ്, ഇവിടിരിക്കുന്ന എല്ലാ പണ്ഡിതന്മാരും, ഒരു പക്ഷേ ബഹുമാനപ്പെട്ട ഈ കാഞ്ഞിരപ്പള്ളിയിലെ ഓരോ പണ്ഡിതന്മാർക്കും കടപ്പാടുണ്ടാകും. എന്തായാലും ബഹുമാനപ്പെട്ട MH നാസറുദ്ദീൻ ഉസ്താദും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പരമ്പരയും ഞാനടങ്ങുന്ന ഇവിടിരിക്കുന്ന എനിക്കറിയുന്ന എല്ലാ ഉലമാക്കളുടെയും ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള മഹാനായ തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി നവ്വറല്ലാഹു മർഖദ, അവരൊക്കെ വഅള് പറഞ്ഞ വേദിയിലാണ് ഇപ്പോൾ ഞങ്ങൾ വഅള് പറയുന്നത്. ആലോചിച്ച് നോക്കിയേ, കാലം പോയ പോക്ക. നിങ്ങൾ പറയും ഉസ്താദിന്റെ വിനയം ഇങ്ങനെ ഒഴുകുന്ന. അല്ല, നിങ്ങളെക്കാൾ എന്നെപ്പറ്റി എനിക്ക് അറിയുന്നുണ്ട്, ഞാൻ പറയാ. നിങ്ങളെക്കാൾ എന്നെപ്പറ്റി എനിക്ക് അറിയുന്നത് കൊണ്ട് ഞാൻ പറയാ. ആ മഹാരഥന്മാരായ ഉസ്താദുമാര് വഅള് പറഞ്ഞ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം എന്ന് തോന്നുമ്പോ ഒരു ബിസ്ക്കറ്റോ പഴമോ മുട്ടായോ എന്തെങ്കിലും തിന്നിട്ടേ തഴവ ഉസ്താദ് വെള്ളം കുടിക്കാറുണ്ടായിരുന്നുള്ളൂ. എന്താ കാര്യം എന്ന് ചോദിച്ചവൻ പറഞ്ഞു, അള്ളാഹ് പറഞ്ഞ കുലു വഷ്റബൂന്ന, തിന്നോളിയും കുടിച്ചോളിയുന്ന, അതുകൊണ്ട് തിന്നിട്ടേ ഞാൻ കുടിക്കൂ. ഖുർആന്റെ ഒരു ശൈലിയാണ്. പക്ഷെ 0.0% പോലും വിശുദ്ധ ദീൻ ഖുർആൻ തന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ഒരു മനുഷ്യൻ, ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മനുഷ്യൻ, ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല. അത്രേ. അങ്ങനെയുള്ള ആലിമീങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിലല്ല, ഈ പതിറ്റാണ്ടിൽ ജീവിച്ചിരുന്ന് മൺമറഞ്ഞു പോയിട്ടുണ്ട്. ജീവിതത്തിൽ വളരെ സൂക്ഷ്മത പുലർത്തിയിരുന്ന വലിയ വലിയ മഹാരഥന്മാർ. അത്തിപ്പറ്റ ഉസ്താദിനെ പോലെ, അങ്ങനെ പേരെണ്ണി പറഞ്ഞ വടക്കും തെക്കുമായിട്ട് നമുക്കങ്ങനെ വ്യത്യാസമൊന്നുമില്ലല്ലോ. വടക്കും തെക്കുമായിട്ടുള്ള മഹാരഥന്മാരായ പണ്ഡിത കേസരികളൊക്കെ ഇത് അറിയുന്ന, നമുക്കറിയുന്ന, ഇനി നമ്മൾ അറിയാത്ത എത്രയോ സാധാരണക്കാരായ ആബിദീങ്ങളായ, ഇൽമ് കുറവാണെങ്കിൽ പോലും ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്ന വലിയ വലിയ മഹാരഥന്മാർ. ഞാനൊരു യാത്രയിൽ, കണ്ണൂരിലേക്ക് പോകുന്ന ഒരു യാത്രയിൽ ട്രെയിനിൽ ഒരു സംഘം ആളുകൾ ഉണ്ടായിരുന്നു. ഇനി ആ സംഘത്തെ പറഞ്ഞ നാളെ എന്റെ പലപ്പോഴും പലരും പറയുന്ന പിന്നെ നിങ്ങൾ വഴന്നു പറയണ്ടെന്ന് പറയും. അങ്ങനത്തെ ലോകമാണല്ലോ ഇപ്പൊ, അറിയാമല്ലോ. നമ്മുടെ ലോകം വരുന്നവന്റെ ജുബയുടെ ഇറക്കം നോക്കും, അവന്റെ കെട്ടിന്റെ വലിപ്പം നോക്കും. എന്തൊരു സമൂഹം! അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഓരാമീനൊക്കെ അങ്ങോട്ട് പറയും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സംഘം കണ്ണൂരിലേക്ക് അവർ പോകുന്ന വേറൊരു സ്ഥലത്തേക്കാ. എനിക്ക് കണ്ണൂർ ഇറങ്ങണം. ഞാൻ ആ കണ്ണൂർ ഇറങ്ങുന്ന ആ ആളിനെയൊക്കെ ഉസ്താദിനറിയാം, ഇരിക്കുന്ന പലർക്കും അറിയാം. ഞാൻ തൽക്കാലം അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, കുറെ അനുഭവങ്ങൾ ഇങ്ങനെ പങ്കുവച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ലാ ഫഖ്റ, അന്തസ്സിന് വേണ്ടിയോ ഒന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് 40 കൊല്ലമായി എനിക്ക് അവ്വൽ തക്ബീർ മുടങ്ങിയിട്ടില്ല.
ഞാൻ കരുതി ഇനി ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടിക്കളയണ്ട. കാരണം എന്താണ്, നമ്മൾ കരുതി ഇതിപ്പോ ഈ തള്ളി മറിക്കുക അങ്ങനൊന്നുമല്ല. നല്ലൊരു മനുഷ്യൻ, സാലിഹായ മനുഷ്യൻ, അദ്ദേഹം ഏതെങ്കിലും ഒരു സർവകലാശാലയുടെ പ്രൊഫസർ അല്ല, ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പൾ അല്ല, അദ്ദേഹം ഏതെങ്കിലും ഒരു മതമേലധ്യക്ഷനല്ല, അദ്ദേഹം ഏതെങ്കിലും ഒരു മതസംഘടനയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന മുഷാവറ അംഗമല്ല. അദ്ദേഹം സാധാരണക്കാരനായ ഒരു തുണിക്കച്ചവടക്കാരനായ ഒരു കർഷകനായ ഒരു സഹോദരൻ. അദ്ദേഹം പ്രായാധിക്യം വന്ന മനുഷ്യനാണ്. അദ്ദേഹം പറയാണ്, ഞാൻ 40 കൊല്ലമായി അവ്വല് തക്ബീർ മുടങ്ങിയിട്ടില്ല. ഇതിനിടയിൽ വിമാനം കയറിയിട്ടുണ്ട്, കപ്പൽ കയറിയിട്ടുണ്ട്, അതുപോലെ തന്നെ ആ വാഹനങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുപാട് തവണ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവ്വല് തക്ബീർ 40 കൊല്ലമായി ഞാൻ മുടക്കിയിട്ടില്ല. അങ്ങനെയുള്ള ആളുകളൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ ആള് ഹയാത്തിൽ, ഞാൻ സ്റ്റേജിൽ കയറുമ്പോഴും ഹയാത്തിലുണ്ട്. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കറാഹത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയാൽ എന്താ സംഭവിക്കാന്നറിയോ? സുന്നത്തായ അമലുകൾ നമ്മൾ ഒഴിവാക്കിയാൽ എന്താ സംഭവിക്കാന്നറിയോ? കറാഹത്തുകൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് തുപ്പുക, വലത്തോട്ട് തുപ്പുക, ഇത് കറാഹത്താണ്. ഇടത്തോട്ടും പിന്നിലേക്കുമാണ് നമ്മൾ തുപ്പേണ്ടത്. 2ാം സഫിൽ നിൽക്കുമ്പോൾ 1ാം സഫിൽ സ്ഥലം വന്നു, അവിടെ നിന്ന് ആള് ഒളിമുറിഞ്ഞിട്ട് പോവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലം സൗകര്യപ്പെടുകയോ ചെയ്താൽ പുറകിൽ നിൽക്കുന്നവൻ ഫാനിന്റെ ചുവട്ടിലാണ് നിൽക്കുന്നു എന്ന കാരണത്തിന്റെ പേരിൽ അടുത്ത് നിൽക്കുന്നവനെ തള്ളി അങ്ങോട്ട് കയറ്റി വിടുക. നീ പോയി നിന്നോടാ, അത് കറാഹത്താണ്. മറ്റൊരാളെ തിരഞ്ഞെടുക്കരുത്, നമ്മൾ കയറി നിൽക്കണം. ജീവിതത്തിൽ കറാഹത്തുകൾ എത്ര പേര് സൂക്ഷിക്കാറുണ്ട്? നമ്മൾ പറയാം അത് കറാഹത്തല്ലേ ഉള്ളൂ, അത് മുഖ്തസ്രീങ്ങളാണ്. ജീവിതത്തിൽ ഫറലായ ഒന്നും വിടില്ല, പക്ഷെ അവര് സുന്നത്ത് പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട്. ഹറാമ് ജീവിതത്തിൽ ഒരിക്കലും അവർ ചെയ്യില്ല. ഇടയ്ക്കിടയ്ക്ക് കറാഹത്തുകളൊക്കെ സംഭവിക്കാറുണ്ട്. ഇതാണ് മുഖ്തസ്രീങ്ങൾ, ഖുർആന്റെ 2ാമത്തെ കാറ്റഗറിയിലുള്ള ആളുകൾ. കറാഹത്ത് സൂക്ഷിക്കുന്ന നമ്മളെ നശിപ്പിച്ചു കളയും. മദീനയുടെ നായകൻ, മദീനയുടെ തൊട്ടടുത്തുള്ള മരുപ്പച്ചകലയായ മരുഭൂമിയുടെ മാരടത്തിന്റെ മടിത്തട്ടിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സഹാബത്തോടൊപ്പം നടന്നു പോകുമ്പോൾ വിജനമായ ആ പ്രദേശത്ത് മണലല്ലാതെ മറ്റൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ആ സമയത്താണ് ഹബീബായ മുത്തു പറയുന്നു, നിങ്ങൾ ഇവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല യാ റസൂലല്ലാഹ്. എന്നാ നിങ്ങളൊന്ന് നടന്നു വരിക, നിങ്ങളെ കയ്യിൽ കിട്ടുന്നത് എന്താണോ ഇവിടെ കൊണ്ടുവെക്കുവോ. അങ്ങനെ സഹാബാക്കൾ 4 ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങി. വിന്യസിക്കപ്പെട്ട സഹാബാക്കളും മടങ്ങി വന്നപ്പോൾ പലരുടെയും കയ്യിൽ ഒട്ടകത്തിന്റെ ഉണങ്ങിയ കാഷ്ടമാ, പലരുടെയും കയ്യിൽ ഉണങ്ങിയ മരത്തിന്റെ ചില്ലയാ, ചെറിയ കമ്പുകളാ, ചിലരുടെ കയ്യിൽ കുപ്പിച്ചില്ലുകളാ. മരുഭൂമിയിൽ നമുക്കറിയുമല്ലോ, കിട്ടുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് ഹബീബായ നബി തങ്ങളുടെ മുന്നിലേക്ക് അങ്ങ് വെക്കുമ്പോൾ അല്ലാ സഹോദരങ്ങളെ, ഒരു വലിയ കൂമ്പാരം പ്രത്യക്ഷപ്പെടുകയാ. ഈ കൂമ്പാരത്തിലേക്ക് നോക്കിയിട്ട് ഹബീബായ മുത്തു പറഞ്ഞതെന്തെന്നറിയോ? ഇതുപോലെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ പാപങ്ങൾ സംഭവിക്കുക. ഇയ്യാകും മുഹഖിറാത്തുൽ ദുനൂബ് ഫഇന്നഹുന്ന യജ്തമിഉന അലർ റജുലി ഹത്താ യുഹ്ലികിനഹു. നിങ്ങളെ നശിപ്പിക്കാൻ ഇത് മതിയെന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രിയപ്പെട്ട സഹാബത്തിനെ, സദീത്തിനെ, സഖാക്കളെ സംസ്കരിക്കുകയാ. പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കാൻ എന്റെ പെങ്ങന്മാർക്ക് ഞാനൊരു ചെറിയ ഹിക്മത്ത് ഞാൻ പറഞ്ഞു തരാ. നേരം വെളുക്കും നിങ്ങൾ രാത്രി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ അടുക്കളയിൽ, നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന അടുക്കളയിൽ ഒരു ചെറിയ A4ന്റെ ഒരു പേപ്പർ ഒട്ടിക്കുക. എന്നിട്ടോ നിങ്ങൾ അല്ലെങ്കിൽ ഒരു കലണ്ടറിൽ നിങ്ങൾ ആ A4ന്റെ ഒരു പേപ്പറിന് നിങ്ങൾ ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് രാവിലെ റൂമിൽ നിന്ന് നിങ്ങൾ അടുക്കളയിലേക്ക് വന്ന് നിങ്ങളെ ചായ ഇടുകയാണ്. ആ ചായ ഇട്ട് നിങ്ങൾ ചുണ്ടിലേക്ക് ആർട്ടിയോടെ ചായ കുടിക്കാൻ എടുക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വന്ന്, പടച്ചവനെ ഞാൻ ബിസ്മി ചൊല്ലിയില്ലല്ലോ. പെട്ടെന്നൊരു കുത്ത് നിങ്ങൾ ആ വെള്ള പേപ്പറിലിടുക. രണ്ടാമതാണ് ഓർത്തത്, ഞാൻ നിന്നുകൊണ്ടാണല്ലോ കുടിച്ചത്, പെട്ടെന്നൊരു കുത്തിടുക. പിന്നെയും ഓർത്തു, റബ്ബേ ഞാൻ ഇടത് കൈ കൊണ്ടാണല്ലോ കുടിച്ചത്, വീണ്ടും ഒരു കുത്തിടുക. എന്നിട്ട് കുടിച്ചു തീർന്നിട്ട് നീ പറഞ്ഞില്ല അൽഹംദുലില്ലാഹ്. പടച്ചവനെ, വെള്ളമിറക്കാൻ ഭാഗ്യമില്ലാത്തവരെന്റെ മുന്നിലുണ്ടാകുമ്പോ, ഒരു തുള്ളി വെള്ളം കുടിക്കാൻ ഭാഗ്യമില്ലാത്തവരെന്റെ മുന്നിലുണ്ടാകുമ്പോ, എനിക്ക് നന്നാകിട്ട് വെള്ളം കുടിക്കാൻ അവസരം തന്ന് എനിക്ക് നല്ല നിലയിലെ സൗകര്യങ്ങളെ തന്ന റബ്ബേ,
നിനക്കാണ് സർവസ്തുതിയല്ല എന്ന് പറയാ എന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ. അതിന്റെ പേരിൽ ഒരു കുത്തും കൂടി നിങ്ങൾ ഇടുക. പെങ്ങന്മാരെ, രാത്രി കിടക്കാൻ നേരത്ത് ആ കലണ്ടറിൽ നിങ്ങൾ വെച്ചിട്ടുള്ള ആ പേപ്പറിനെ ഇളക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് എണ്ണി നോക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഒരുപക്ഷെ വെളുത്ത ഭാഗം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയില്ല. എല്ലാ കറുത്ത് കരിവാളിച്ചിരിക്കുന്ന കറുത്ത കുത്തുകളായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഖൽബിന്റെ അവസ്ഥ എന്താ? കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂ. നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ കരിവാളിച്ചിരിക്കുകയല്ലേ? ഒന്ന് ചോദിക്കട്ടെ കാഞ്ഞിരപ്പള്ളിക്കാരാ, വഴലില്ലെങ്കിൽ പോലും ഉംറയ്ക്ക് കുറവൊന്നും കാണൂലല്ലോ. വഴലില്ലാത്ത നാടാണ് ഒരുപക്ഷെ വഴല്. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി കാഞ്ഞിരപ്പള്ളിയിൽ വഴല് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മതവിഷയങ്ങളിൽ നന്നായിട്ട് നിങ്ങൾ ദീനിയായ ജീവിതം നയിച്ച് നിങ്ങൾ മുന്നോട്ട് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ, നിങ്ങൾ വിശുദ്ധ ഉംറയ്ക്കോ ഹജ്ജിനോ പോകുമ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, കഅബാലയത്തിന്റെ മൂലയില് പരിശുദ്ധമായ കല്ലിരിപ്പുണ്ടല്ലോ, ഹജറുൽ അസ്വദ്. ആ കല്ല് ഏത് നിറമാണെന്ന് പറയാൻ എന്നെ മുന്നിരിക്കുന്ന നിങ്ങൾക്ക് കഴിയോ? ആ കല്ലിന്റെ നിറം. എന്നിട്ട് ആ വടിയുടെ അഗ്രഭാഗത്ത് നിങ്ങൾ മുട്ടണേ. ഇതിന് കഴിയുന്നില്ല എങ്കിൽ ഇസ്ലാം നാലാമത് നമുക്ക് നൽകിയതെന്തെന്നറിയോ സഹോദരങ്ങളെ? ചോയ്സ് നാലാമത്തേത്, പിറകിലേക്ക് തിരക്കില്ലാത്തിടത്തേക്ക് മാറി നിന്നിട്ട് രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തി ഹജറുൽ അസ്വദിന്റെ നേരെ പിടിച്ചിട്ട് അല്ലാഹുമ്മ ഈമാനം ബിക വ തസ്ദീഖൻ ബികിതാബിക വ വഫഅൻ ബിഅഹദിക വത്തിബാൻ ലിസുന്നത്തി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ കയ്യിൽ മുത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ മദ്യപാനം, പലിശ വാങ്ങിയത്, വ്യഭിചരിച്ചത്, നിസ്കാരം ഉപേക്ഷിച്ചത്, എല്ലാ പാപങ്ങളുടെയും കറുപ്പുണ്ടല്ലോ, ആ പാപത്തിന്റെ കറകളുണ്ടല്ലോ, അതെല്ലാം കല്ലിങ്ങനെ ക്യാച്ച് ചെയ്യുകയാ. ആ കല്ലിങ്ങനെ സ്വീകരിക്കുകയാണ്, ആവാഹിക്കുകയാണ്, സംശീകരിക്കുകയാ. അങ്ങനെ സവ്വദതുഹു ഖതായാ ബനി ആദം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അങ്ങനാണ് വെളുത്ത കല്ല് കറുത്തുപോയതത്രേ. അപ്പൊ ജീവിതത്തിൽ വളരെ ലഘുവായ വിചാരണയിലൂടെ സ്വർഗത്തിലേക്ക് അവർക്ക് പോകാൻ കഴിയും. ഇനി ഒരു വിഭാഗം കൂടി നമുക്ക് പറയാനുണ്ട്. വളരെ ശ്രദ്ധയോടെ കേൾക്കണം. നമ്മൾ തുടങ്ങുന്ന സമയം മുതൽ 2 മണിക്കൂർ ദുആ അടക്കം അപ്പോഴേക്ക് തീരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ എപ്പോഴാ 10 മണിയായില്ലേ? ദുആ അടക്ക എല്ലാം 10, ഒരു 45 മിനിറ്റും കൂടി ഇൻഷാ അല്ലാഹ്, 45 മിനിറ്റും കൂടി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ അമലിലും ഇൽമിലും അല്ലാഹു തആല ഉയർച്ച നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം മഹ്ശറയിൽ ഒരുപാട് നിന്ന് വിയർക്കേണ്ടി വരൂല. ഹിസാബ യസീറ, ലഘുവായ വിചാരണ അവരെ നേരിടേണ്ടി വരും. ഹസ്രത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചല്ലോ, അല്ലാഹുവിന്റെ ഹബീബേ, എന്തായി ഹിസാബു യസീർ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് 2 റക്അത്ത് നിസ്കാരത്തിന്റെ സമയം. നമ്മൾ നിസ്കരിക്കുന്ന 2 റക്അത്ത് നിസ്കാരത്തിന്റെ ആ സമയത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു മഹാഭാഗ്യം നൽകട്ടെ. മുഖത്തസദീങ്ങളിലും നമ്മൾ അങ്ങ് ഉറച്ചു നിൽക്കണ്ട. ശഅബാ മാസത്തിലല്ലേ, റജബിലും ഈ ശഅബാന്റെ പകുതിയോളം എത്തി നിൽക്കുന്ന ഇപ്പോഴും നമ്മൾ ലാലിമീങ്ങളാണ്. ഇനിയുള്ള നാളുകളിലൊന്നും മുഖത്തസദാകാൻ ശ്രമിക്കും. ആ മുഖത്തസിദായി നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എത്തപ്പെടുന്ന പദവിയാണ് അല്ലാഹു പറയുന്നു, വമിനഹും സാബിഖുൻ ബിൽ ഖൈറാത്ത് ബിഇദ്നില്ലാഹ്. അല്ലാഹു പറയുന്നു, സാബിഖുൻ ബിൽ ഖൈറാത്ത്, നന്മയിൽ ശരവേയാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നിനെ പറ്റി ഒന്ന് ആലോചിക്കും. നമുക്ക് ജീവിതത്തെ ധന്യമാക്കാം. റമളാനിൽ നന്നാകാന്നും പറഞ്ഞിരുന്ന നന്നാവൂല. അതെങ്ങനെ നന്നാവും? റമളാൻ വരെ കിടന്നാലല്ലേ നന്നാവുള്ളൂ. നമ്മളോടൊപ്പം റജബിൽ ദുആക്ക് ആമീൻ പറഞ്ഞ എത്ര പേരാണ്? റജബിലും ശഅബാനിലും ബറക്കത്ത് തരണമെന്ന് ദുആ ചെയ്ത എത്ര ആളുകളാണ് മരണപ്പെട്ടത്? എത്ര ആളുകളാണ് മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിലെ നൂൽപ്പാലത്തിൽ ഇങ്ങനെ കിടക്കുന്നത് ഒരു ശ്വാസം മാത്രമായി? അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്തെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. സാബിഖും ബിൽ ഖൈറാത്ത് അവരാരെന്നറിയോ? അവരുടെ അടയാളം എന്താ? അവര് ജീവിതത്തിൽ ഹറാം
ഹറാമുകൾ ചെയ്യുന്നവരല്ല, കറാഹത്തുകളും ചെയ്യുന്നവരല്ല. അതോടൊപ്പം തന്നെ അള്ളാഹു അനുവദിച്ചു കൊടുത്ത പലതും അവര് വേണ്ടെന്ന് വെക്കുന്നവരാ. അള്ളാഹു അനുവദിച്ച പലതും അവര് വേണ്ട എന്ന് വെച്ചവരാ. നിങ്ങൾക്കറിയോ സഹോദരങ്ങള്, നല്ല വീട് വെക്കൽ ഒരിക്കലും ഇസ്ലാമിൽ അന്യമല്ല. നല്ല വീട് വെക്കണം, നമുക്ക് നല്ല വീട് വേണം. വീട് നമുക്ക് സമാധാനം പകരേണ്ടതാ. വീടിനെ പറ്റി ഖുർആൻ പറഞ്ഞ മസ്കനം ആണല്ലോ. എവിടെ പോയാലും നമുക്ക് സമാധാനം കിട്ടൂല. സമാധാനം കിട്ടണമെങ്കിൽ വീട്ടിൽ വരണം, അതാണ് മസ്കന്. വീണ്ടും ഖുർആനിൽ വീടിനെ പറ്റി പറഞ്ഞത് ദാർ എന്നല്ലേ. ദാർ എന്ന് പറഞ്ഞാൽ അല്ലദീ യദൂറു ബിഹി, എവിടെ പോയാലും മനസ്സ് ചുറ്റിപ്പറ്റി നിൽക്കുന്നത് സ്വന്തം വീട്ടിലാണ്, സ്വന്തം വീട്ടിലാണ്. പിന്നെ വീടിനെ പറ്റി പറഞ്ഞത് എന്താണ്? ബൈത്ത് എന്നാണ്. അല്ലദീ യബീതു ബിഹി, എവിടെ റൂം എടുത്താലും 10,000 രൂപ ഒരു ദിവസത്തെ ചാർജ് കൊടുത്തു നമ്മൾ ഏറ്റവും നല്ല ഫ്ലാറ്റിൽ റൂം എടുത്താൽ നമ്മുടെ വീട്ടിൽ കിടക്കുന്ന സുഖവും സന്തോഷവും നമുക്ക് കിട്ടൂലല്ലോ. ഏതെല്ലാ ശൈത്യ മേഖലകളിൽ പോയി നമ്മൾ റൂം എടുത്താൽ, സഹോദരങ്ങളെ, മണാലിയിൽ പോയാൽ, കൊടൈക്കനാൽ പോയാൽ, ഊട്ടിയിൽ പോയാലും, മൂന്നാറിൽ പോയാൽ, വാഗമണി പോയാൽ നമുക്ക് കിട്ടാത്ത സുഖം നമ്മുടെ ചെറിയ വീട്ടിൽ, നമ്മുടെ ബെഡിൽ നമുക്ക് കിട്ടൂലേ. അതാണ് യബീതു ബിഹി, കിടക്കണമെങ്കിൽ വീട്ടിൽ തന്നെ വരണം. സഹോദരാ, നല്ല വീട് വെക്കുന്നതിന് ഇസ്ലാം എതിരല്ല. പക്ഷേ ഇന്നും നല്ല വീട് വേണ്ട എന്ന് വെച്ച മഹാരഥന്മാരുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നും ശൈഖുന, എന്നും ഉസ്താദ് മരണപ്പെടുന്ന സമയത്താണ് അതുവിടെ എന്തൊക്കെയോ ഉണ്ടാക്കി കിട്ടുന്നെന്ന് ചിന്തിച്ചു പോയവര്, കോടികളുണ്ട് എന്ന് ചിന്തിച്ചു പോയ ആളുകളുണ്ടല്ലോ. ബഹുമാനപ്പെട്ട എന്നും ഉസ്താദ് അവരുടെ മയ്യത്ത് വീട്ടിൽ കൊണ്ടുവരുമ്പോ ബഹുമാനപ്പെട്ട പുല്ലമ്പാറ ഉസ്താദിന്റെ ഉസ്താദ് കൂടിയായ, നമ്മുടെയൊക്കെ ഗുരുതുല്യനായ, ഗുരുവര്യരായ, നമ്മുടെയൊക്കെ നാടിന്റെ നായകനായ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മയ്യത്ത് ആ ഹാളിൽ വെക്കുമ്പോ ജനത്തിരക്ക് കാരണം കേറിയ വഴിയിലൂടെ പുറത്തേക്ക് വരാൻ പറ്റാതെ വന്നപ്പോ മുന്നിലൂടെ കയറിയിട്ട് അടുക്കളവാതിലൂടെയാണ് പുറത്തേക്ക് ആളുകൾ പോയത്. അന്നാണ് തിരിച്ചറിഞ്ഞത്, കുനിഞ്ഞുകൊണ്ടല്ലാതെ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഒരു ചെറിയ വീടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്, അങ്ങനെ ജീവിക്കുന്ന മഹാരഥന്മാരുണ്ട്. കോടീശ്വരന്മാരാകാം, ലക്ഷപ്രഭുക്കളാക്കാം. പക്ഷേ എനിക്ക് ഭൗതിക ആർഭാടങ്ങളും സുഖ സൗകര്യങ്ങളും വേണ്ടെന്ന് ചിന്തിക്കുന്നവരുണ്ട്. നല്ല വസ്ത്രം ധരിക്കുന്നത് ഇസ്ലാം എതിരല്ല. പക്ഷേ എനിക്ക് വേണ്ട നാണം മറയ്ക്കാൻ ഒരു തുണി അത്ര മതി എന്ന് പറയുന്ന മഹാന്മാരില്ലേ. പ്രിയപ്പെട്ടവരെ, ഉമർ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ മദീനത്തുൻ നബവിയിൽ ഭരണമേറ്റെടുക്കുന്ന, ഖിലാഫത്തേറ്റെടുക്കുന്ന വെള്ളിയാഴ്ച, ആ വെള്ളിയാഴ്ച ഉമർ തങ്ങളാണ് നയപ്രഖ്യാപന പ്രസംഗം നടത്തേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു സമയത്ത് മദീനത്തുൻ നബവിയിൽ എത്തുന്നില്ല. വിശ്വാസികൾ ഇങ്ങനെ ശ്വാസം പിടിച്ചിരിക്കുകയാ, അവരിങ്ങനെ അക്ഷമരാവുകയാ. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്, അവര് വല്ലാതെ വിഷമിച്ചിരിക്കുകയാ. എവിടെ പോയി ഭരണാധികാരി വരുന്നില്ലല്ലോ. അവസാനം മദീനയുടെ നായകൻ അമീറുൽ മോമിനീൻ മഹാനായ ഉമർ തങ്ങൾ ഓടി വരികയാ. സിദ്ദീഖ് തങ്ങൾ ഖുതുബയോടിയ മിമ്പറില്, അല്ലാഹുവിന്റെ ഹബീബ് മിമ്പറിൽ നിന്ന് ഖുതുബയോടിയ ഭാഗത്ത് ഉമർ തങ്ങൾ കേറാൻ നേരത്ത് ജനങ്ങളോട് പറയാണ്, വിശ്വാസി സമൂഹമേ, ഞാൻ വൈകിയ കാരണം പറഞ്ഞിട്ട് ഞാൻ ഖുതുബ ആരംഭിക്കാം. ഞാൻ ഇന്നൊരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണല്ലോ. ഈ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുമ്പോൾ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നാഴികക്കല്ലാണല്ലോ. ഇന്ന് ഞാൻ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണ്ടേ, ഇന്ന് ഞാൻ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ നല്ല വസ്ത്രം നോക്കിയപ്പോൾ അഴുക്ക് പിടിച്ചു കിടക്കുകയാ. അത് ഞാൻ കഴുകി ഉണങ്ങാൻ വേണ്ടി കാത്തു നിന്നതാ. മദീന പള്ളിക്കകത്ത് വല്ലാത്ത വിഷാദങ്ങൾ തലം കെട്ടുകയാ. മദീനയുടെ മിമ്പറിൽ ഖലീഫ ഉമർ അൽ ഫാറൂഖ് കയറുകയാ. സഹോദരങ്ങളെ, ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മദീനയാകെ പൊട്ടിക്കരച്ചിലായി. എന്തുകൊണ്ടെന്നറിയോ? ഇന്ന് ഞാൻ അധികാരമേറ്റെടുക്കുമ്പോ എന്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല നാഴികക്കല്ലാകുന്ന ദിവസത്തിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണമെന്ന് കൊതിച്ചുപോയ ഉമർ തങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, എത്രയോ സ്ഥലത്ത് തുന്നിച്ചേർത്തതാ.
എത്രയോ തുന്നിക്കെട്ടുകളുള്ള വസ്ത്രമാ. സഹോദരങ്ങളെ, ജീവിതത്തിൽ ആർഭാടമില്ലാതെ ജീവിച്ച മഹാരഥന്മാര് കടന്നുപോയിട്ടുണ്ട്. അവര് ഹറാം ഒഴിവാക്കുന്നവരാ, അവര് കറാഹത്ത് ഒഴിവാക്കുന്നവരാ. അവരുടെ ജീവിതത്തിൽ അല്ലാഹ് അനുവദിച്ച പല മുബാഹുകളും വേണ്ടെന്ന് വെക്കുന്നവരാ. നല്ല ഭക്ഷണം കഴിക്കുന്നത് തെറ്റാണോ? ഇല്ല. നല്ല രുചിക്കൂട്ടുള്ള വർണ്ണക്കൂട്ടുകളുള്ള ഭക്ഷണം കഴിക്കാ. നിനക്കിഷ്ടപ്പെട്ടതാ നീ കഴിക്കേണ്ടത്. നിനക്ക് ആഗ്രഹം തോന്നുന്നതാ തിന്നേണ്ടത്. ജനമാഗ്രഹിക്കും വസ്ത്രമാ ധരിക്കേണ്ടത്. നിനക്കാഗ്രഹം തോന്നുന്നത് എന്താണ് അതാണ് നീ തിന്നേണ്ടത്. ആളുകൾ ഇഷ്ടപ്പെടുന്ന വസ്ത്രമാണ് നീ ധരിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല ഭക്ഷണം ഇസ്ലാമിൽ എതിരല്ല. പക്ഷെ നിങ്ങൾക്കറിയോ, മദീനയുടെ ഭരണാധികാരിയായിരുന്ന മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നാമധേയത്തിൽ അറിയപ്പെട്ടിരുന്ന മറ്റൊരു ഉമർ ഉണ്ടല്ലോ. ഉമർ രണ്ടാമൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ്. ആരാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്നറിയോ? ആ ഉമർ ബിൻ അബ്ദുൽ അസീസും ഉമറുൽ ഫാറൂഖ് തമ്മിൽ എന്തെങ്കിലുള്ള അവരുടെ റിലേറ്റീവ് എങ്ങനെയാണെന്നറിയോ? ആ ഒരു റിലേഷൻ എങ്ങനെയാണെന്നറിയോ? അവരുടെ ഫാമിലി ബന്ധം എന്താണെന്നറിയോ? ഉമർ റളിയല്ലാഹു തആല അൻഹു വേഷപ്രച്ഛന്നനായി മദീനയിലൂടെ നടന്ന ഒരു രാത്രി ഉണ്ടല്ലോ, ചരിത്രം എല്ലാവർക്കും അറിയാം, ഞാനത് പറയുന്നില്ല. പാതിരാത്രി വേഷം മാറി നടക്കുകയാണ്. എന്തിനാണെന്നറിയോ? വോട്ട് പിടിക്കാനല്ല, പിറ്റേ ദിവസം നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ തലേ രാത്രിയിൽ കള്ളുകൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. വേഷം മാറി ഉമർ തങ്ങൾ നടക്കുന്നത് പ്രജകളുടെ ക്ഷാമക്ഷേമാന്വേഷണം നടത്താനാ. ഉമർ റളിയല്ലാഹു തആല നടന്നു വരുമ്പോൾ ഒരു വീട്ടിലൊരു ശബ്ദം കേൾക്കുകയാ. എന്താ? ഒരു പെണ്ണിന്റെ ശബ്ദമാണ്. ചരിത്രം ഞാൻ പറയുന്നില്ല, അതിന്റെ ഒരു ഭാഗം പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു ഉമ്മ മോളോട് പറയാണ്, മോളെ, ജനങ്ങൾ പാല് വാങ്ങാൻ വരാ ടൈമായി, അതുകൊണ്ട് പെട്ടെന്ന് പാല് കുറവാണ്, വെള്ളം കുറച്ചൊഴിക്കുമോളെ. മോള് ചോദിക്കുന്നു, ഉമറിന്റെ കോടതിയിൽ പിടിക്കപ്പെട്ടാ നമ്മൾ ശിക്ഷിക്കപ്പെടൂലേ? ഉമ്മാന്റെ മറുപടി, മോളെ, ഉമർ ഉറങ്ങാണല്ലോ. ഉമ്മാനോട് മോളെ മറുപടി, ഉമർ ഉറങ്ങുന്നുണ്ട്, പക്ഷേ സുബ്ഹാനമല്ലായനാ, ഉറക്കമില്ലാത്ത പടച്ചതമ്പുരാനെ കാണുന്നല്ലോ. എന്നെയും നിങ്ങളെയും ഉമറിനെയും സൃഷ്ടിച്ച അല്ലാഹു കാണുന്നല്ലോ. ആ പ്രിയപ്പെട്ട ബാപ്പങ്ങളുടെ സംസാരം കേട്ടപ്പോ ഉമർ തങ്ങൾ കുഞ്ഞുങ്ങളെ പോലെ തേങ്ങിക്കരയാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു വീട് മാർക്ക് ചെയ്തിട്ട് വീണ്ടും വീട്ടിലേക്ക് പോയി. എന്നിട്ട് നേരം വെളുത്തിട്ട് ആ വീട്ടിലേക്ക് വരികയാണ്. അധികാരത്തിന്റെ അപ്പോസ്തലന്മാരായി ഇന്ദ്രപ്രസ്ഥത്തിലിരിക്കുമ്പോൾ അഴിമതിയുടെ കറപുരണ്ട കരങ്ങളുള്ള ഇവിടത്തെ രാഷ്ട്രീയ മേലാളന്മാരുടെ മുന്നിൽ ഭാരതത്തിൽ ഏതെങ്കിലും ഒരു ഭരണം വേണമെന്ന് എനിക്ക് കൊതിയുണ്ടെങ്കിൽ അത് മദീനയുടെ ഖലീഫയായ അമീറുൽ മോമിനീന്റെ ഭരണം വേണമെന്ന് മഹാനായ മഹാത്മജി പറഞ്ഞത് വെറുതെയാണോ? ആ ഉമർ റളിയല്ലാഹു അൻഹു പിറ്റന്നാ വീട്ടിലേക്ക് പോവുകയാ. എന്തിനാണ് പോയതെന്നറിയോ? ഒരു പ്രപ്പോസൽ നടത്താൻ വേണ്ടി പോയതാ. പാൽക്കാരി തള്ളയോട് ചോദിക്കുകയാണ്, നിങ്ങളെ പൊന്നുമോളെ എന്റെ പൊന്നുമോന് കെട്ടിച്ചു കൊടുക്കൂ. ഒരു ഭരണാധികാരിയുടെ മോനെ കൊണ്ടൊരു പാൽക്കാരി പെണ്ണിന്റെ മോളെ കെട്ടിക്കുകയാ. ഇത്രയും തികഞ്ഞ മതബോധമുള്ള വിശ്വാസിനിയായ ഒരു പെങ്ങളെ തന്റെ മോനെ കിട്ടിയാൽ ഭാഗ്യമല്ലേ? അങ്ങനെ ഉമർ തങ്ങളുടെ മകനാ പെണ്ണിനെ കല്യാണം കഴിക്കുകയാ. അവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോൾ അതിലൊരു പെൺകുഞ്ഞ് ജനിക്കുകയാ. ആ പെൺകുഞ്ഞ് ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലെത്തി, കൗമാരത്തിലെത്തി, യൗവനത്തിലെത്തുകയാ. അവളും വിവാഹിതയാവുകയാ. ആ വിവാഹിതയായ പെൺകുട്ടിക്ക് ഒരു കുഞ്ഞ് ജനിക്കുകയാണ്, ഒരു മോനാണ്. ആ മോനാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. വ്യക്തമായി പറഞ്ഞാൽ ഒന്നാം ഉമർ എന്നറിയപ്പെടുന്ന ഖത്താബിന്റെ ഹംദമയുടെ മകനായി യൗവനകാലങ്ങളിൽ ആട്ടിൻപറ്റങ്ങളെ മേച്ചു നടന്ന, പിന്നീട് സിറിയയിലും ഷാമിലും പട്ടുവസ്ത്രം കച്ചവടം നടത്തിയിരുന്ന, അവസാന മുക്കാള ചന്തയിലൂടെ ലീഡറായി മാറിയ ഖത്താബിന്റെ ഹംദമയുടെ മകനായ ഉമർ അൽ ഫാറൂഖ് തങ്ങളുടെ പൊന്നുമോളുടെ മകനാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ. രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ
ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങള് വീട്ടിൽ ബൈത്തുൽ മാലിൽ നിന്ന് വളരെ ചുരുങ്ങിയ കുറച്ച് ദീനാറാ കൊടുക്കാറുള്ളത്. പ്രിയപ്പെട്ടവര്, ആ സമയത്ത് ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിരിക്കുമ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ മുന്നിൽ നല്ല മധുരമുള്ള ഹൽവ കൊണ്ടുവെക്കുകയാ. വലിയ ഇഷ്ടമാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾക്ക്. ഭർത്താവ് ഉമർ ബിൻ അബ്ദുൽ അസീസ് ആ ഭക്ഷണം എടുത്തിട്ട് ഭാര്യയോട് ചോദിക്കുന്നു, ഇത് എവിടെ നിന്ന് കിട്ടി? തങ്ങളെ, നിങ്ങൾ ചെലവിന് തരുന്ന ദീനാറിൽ നിന്ന് ഞാൻ മിച്ചം പിടിക്കും. ഓരോ ദിവസം മിച്ചം പിടിച്ചു മാസം ഒന്ന് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് നിങ്ങൾക്ക് ഞാൻ മധുര പലഹാരം ഉണ്ടാക്കി തന്നരാ. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ മുഖം വിവരണമായില്ലേ? മുഖം കാർമേഘം കൊണ്ട് മൂടിയില്ലേ? കണ്ണുകൾ ചുവന്ന് തുടുത്തില്ലേ? ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ എഴുന്നേറ്റുകൊണ്ട് ഭാര്യയോട് പറഞ്ഞു, പെണ്ണ്, ഞാൻ ബൈത്തുൽ മാലിൽ നിന്ന് തരുന്ന ദീനാർ നിനക്ക് ചുരുക്കാൻ പറ്റുന്നല്ലേ? ചെലവ് ചുരുക്കാൻ നിനക്ക് കഴിയുന്നല്ലേ? അതേ പ്രിയപ്പെട്ടവനെ, കഴിഞ്ഞു. എന്നാൽ നാളെ മുതൽ ഞാൻ നിനക്ക് അതിലും കുറച്ചേ തരുള്ളൂ. കാരണം നിനക്ക് ഞാൻ തരുന്നത് കൂടുതലാ. ഇന്നത്തെ രാഷ്ട്രീയക്കാർക്കൊരു ഗുണപാഠമല്ലേ? ഏത് വാപ്പാന്റെ മോന്റെ മോനാ മദീനയുടെ ഭരണാധികാരി, ഒരു ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധിപനായി വാണരുളിയ, ഭൗതിക സാമ്രാജ്യങ്ങളുടെ കുലപതിയായി മാറിയ, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത രണ്ടാമനായ ഖലീഫ ഉമർ തങ്ങളുടെ പ്രിയപ്പെട്ട പരമ്പരയിലെ പൊന്നുമോനത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? സഹോദരങ്ങളെ, ഇന്നും വടക്കൻ ജില്ലകളിൽ ആവേശത്തോടെ പേര് പറഞ്ഞാൽ ആവേശം കൊള്ളുന്നൊരു മഹാപണ്ഡിതനുണ്ടായിരുന്നു. പേര് ഞാൻ പറയുന്നില്ല. 6-7 വേദികളിൽ ആ മഹാനരോടൊപ്പം വേദി പങ്കിടാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ആ കൈപിടിച്ചു മുത്താനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഒരു മുണ്ട് കയറ്റി ആ കാലിന്റെ ആ മധ്യഭാഗത്തേക്ക് കയറ്റി കൊടുത്തിട്ട് ഒരു നീളം ജുബ്ബ ധരിച്ചുകൊണ്ട് ഒരു ഷോള കഴുത്തിലൂടെ ഇട്ട് തലയിൽ വാലിട്ട തലയിൽ കെട്ടുകെട്ടി തൂവെള്ള വസ്ത്രം ധരിച്ച് ഒരു കറുത്ത ബാഗും പിടിച്ചുകൊണ്ട് നടക്കുന്ന സൂഫിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ പ്രിയപ്പെട്ട പണ്ഡിതന് ചെറിയൊരു ചെറ്റക്കൂരയിലാണ് കിടന്നത്. ഒരവസരത്തിൽ ഭാര്യ ചോദിച്ചു, വീട് ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായല്ലോ, ഒരു നല്ല വീട് വേണ്ടേ? ആ സമയത്താണ് ഉസ്താദിന്റെ മറുപടി എന്തെന്നറിയോ? വസ്തു ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, വീട് ആരെങ്കിലും ഒന്ന് വെച്ച് തരാൻ സാധ്യതയുണ്ട്. എവിടെയാ നിങ്ങൾ വസ്തു വാങ്ങിയതെന്ന് ചോദിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, ഉസ്താദ് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത പള്ളിയുടെ വടക്ക് ഭാഗത്തെ പള്ളിപ്പറമ്പ. അവിടെ ഞാൻ വസ്തു നോക്കിയിട്ടുണ്ട്, എവിടെയാണെന്ന് എനിക്ക് നിശ്ചയമില്ല. എന്റെ റൂഹങ്ങ് പിരിഞ്ഞാൽ ആളുകൾ 6 അടി മണ്ണ് കുത്തിയിട്ട് തന്നെ അതിനകത്ത് അപടക്കുമ്പോ അതാണ് എന്റെ വീടെന്ന് പറഞ്ഞ മഹാരഥന്മാർ ഒരു നൂറ്റാണ്ട് മുമ്പല്ല, ഒരു 10 പതിറ്റാണ്ട് മുമ്പല്ല, ഏകദേശം എന്റെ പ്രിയപ്പെട്ടവരെ 5-6 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയ ആ വലിയ മനീഷിയുടെ കഥയാ ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ളവരാണ് സാബിഖീങ്ങള്. ഹറാമ് ചെയ്യൂല, കറാഹത്തും ചെയ്യൂല, അനുവദനീയമായ പലതും ഉപേക്ഷിക്കുന്നവരാ. ഒപ്പം അവർ ഫറലും ഉപേക്ഷിക്കില്ല, സുന്നത്തും ഉപേക്ഷിക്കില്ല. അധികം കൂടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അൻഫാസിയായ ദിക്റിലൂടെ ഏത് സമയത്തും ശ്വാസം മുകളിലോട്ടെടുക്കുമ്പോ അല്ലാ, തിരിച്ച് ശ്വാസം വിടുമ്പോൾ അല്ലാ, മുകളിലേക്ക് ശ്വാസം എടുക്കുമ്പോൾ അല്ലാ, താഴേക്ക് വിടുമ്പോൾ അല്ലാ, ഇങ്ങനെ അൻഫാസിയായി അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന മഹാരഥന്മാരുണ്ടല്ലോ, അവര് സാബിഖീങ്ങളാണ്. അവരുടെ മഹ്ശറയുടെ അവസ്ഥ എന്തെന്നറിയോ? യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്, വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് ഒരൊറ്റ പോക്കാണ് അവർ പോകുന്നത്. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.